റിയൽ എസ്റ്റേറ്റില് ഇപ്പൊ കോഴിക്കോട് ഒരു ഫ്ലാറ്റ് വാങ്ങണോ വാങ്ങണ്ടേ? കയ്യിൽ കായുണ്ട്. ഇപ്പൊ കോഴിക്കോട് ഒരു ഫ്ലാറ്റ് വാങ്ങണോ വാങ്ങണ്ടേ? വാങ്ങിയ എന്താ പ്രശ്നം? രണ്ട് പ്രശ്നം. വാങ്ങിയ എന്താ പ്രശ്നം? ഒന്നും ഒരു ഫ്ലാറ്റ് എസ്പെഷ്യലി ബിൽഡിംഗ് ആണ് ഒരു ബിസിനസ് ആണ് സമയത്തോളം വെറുതെ കിടക്കുന്ന സാധനമാണ്. പക്ഷെ എന്നാലും ഒരു അസറ്റ് ആയിട്ട് വാങ്ങാം. പക്ഷെ ഇപ്പൊ വാങ്ങരുത്. എന്തുകൊണ്ട്? ഉത്തരം പറഞ്ഞോളെ. രണ്ട് കാരണങ്ങളാൽ വാങ്ങാൻ പാടില്ല. ഒരു കറക്ഷൻ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഒരു ഞാൻ പറയുന്നു, അസംഷൻ ആണ്, ഉറപ്പൊന്നുമില്ല. നമ്മളിപ്പോ വലിയൊന്നല്ലല്ലോ. ഒരു 15 to 30% എന്ത് വരും? അതായത് 1.5 കോടിക്ക് കിട്ടിയ സാധനം എത്ര കിട്ടും? 1.5 കോടി കിട്ടും. 1.30 ഞാൻ വാങ്ങൂല. 1.10 ഒരു 1.10 തരും. തരുന്നപ്പോ വെക്കണോ? കാരണം ഞാൻ പറഞ്ഞുതരാം. റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ ഫണ്ട് ഫ്ലോ അല്ലാതെ എടങ്ങാറായി അരപ്പായി കിടക്കാരം. അപ്പൊ നിങ്ങൾ ചെക്കാണ്ട് എഴുതി തരാം എന്ന് പറഞ്ഞാൽ പോലും എന്താക്കും? 1.5 സാധനം ഒന്നിനും വേണമെങ്കിൽ തരും. കാരണം അവിടുത്തെ പ്രശ്നം ഫ്ലാറ്റ് അല്ല, എന്താണ്? ഫണ്ട് ഫ്ലോ. ഫണ്ട് ഫ്ലോ ഉള്ള രാജാവാ. അതാ പറഞ്ഞ എപ്പോഴും അക്കൗണ്ടിൽ ഇങ്ങനെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം ഞാൻ കണ്ട എന്താ അറിയോ? ഈ അക്കൗണ്ടിൽ ഒരു 2 കോടി 3 കോടി 4 കോടി 5 കോടി എപ്പോഴും ഇങ്ങനെ കിടക്കുക. എപ്പോഴും ലിക്വിഫബിൾ മണി. അല്ലാതെ നാട്ടില് കുന്നിന്റെ മേലെ റബ്ബർ തോട്ടം മണിയൊന്നും കാര്യമില്ല. അത് ക്യാമത്തിനാളും വിറ്റുപോല. ഗ്രോ ചെയ്യണ മ്യൂച്വൽ ഫണ്ടിലോ ഷെയർസിലോ എപ്പോഴും വിൽക്കാൻ പറ്റിയ ഗോൾഡിലോ ഗോൾഡ് ETF ഒക്കെ ഉള്ള ലിക്വിഡ് ആയിട്ടുള്ള ഒരു 4-5 കോടി എപ്പോ കയ്യിലുണ്ടെങ്കിലും രാജാവാ.